ജില്ലയിലാകമാനം തെരുവ് നായ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. തെരുവ് നായകൾക്ക് പുറമെ കുറുക്കന്മാരുടെ ശല്യവും വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ആഴ്ചകൾക്ക് മുൻപ് 2 പേരെയാണ് അങ്ങാടിപ്പുറത്ത് കുറുക്കന്റെ ആക്രമണത്തിൽ കടിയേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അങ്ങാടിപ്പുറം ഗാന്ധിനഗറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ തെരുവ് നായയുടെ ശല്യം അതീവ രൂക്ഷമാണെന്നാണ് ഇവിടെ ഉള്ള നാട്ടുകാർ പറയുന്നത്. കുട്ടികളെ പിരിച്ചിട്ട് കടയിൽ കൂടി പോവാറില്ലേ, നായ്ക്കളെ പിരിച്ചിട്ട് ഗ്രൂപ്പായിട്ടാണ് നിൽക്കല്. ഒരു പ്രാവശ്യം ഒരു നായ ഓടിച്ചിട്ടിട്ട് കുട്ടി നെട്ടാണ് വന്നത് റോട്ടിൽ കൂടെ, ബ്ലഡൊക്കെ വന്നിട്ട് മതിൽ ചാടി വീട്ടിനുള്ളിൽ 4-5 നായ്ക്കളാണ് വരുന്നത്. ഭയങ്കര ശല്യമാണ്. കുട്ടികൾക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല പേടിച്ചിട്ട്. വീട്ടിനുള്ളിൽ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ കോഴികളെ വളർത്തിയിരുന്നു നമ്മുടെ ആവശ്യത്തിനായിട്ടില്ലേ. ആ കോഴികൾ പിന്നെ ഒന്നൊന്നായിട്ട് നായ്ക്കൾ കൂട്ടം കൂടി വന്നിട്ട് പിടിച്ചു കൊണ്ടുപോവുക, വെളിയിൽ ഇടാൻ പാടില്ല. അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക, നമ്മുടെ ജീവിതത്തിന് ഒരു നഷ്ടമാണത്. അങ്ങനെ ഞങ്ങൾ ഉപേക്ഷിച്ച്. അതേപോലെ രാധാകൃഷ്ണൻ സാറും കോഴി വളർത്തിയിരുന്നു. കൺമുമ്പെന്ന് ഇതിട്ടളെ കടിച്ചു കൊല്ലുന്ന കാണുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ഇതാണല്ലോ. ഇതിനെ പറ്റി ഞങ്ങൾ ഒരുപാട് പരാതികൾ പഞ്ചായത്ത് അധികൃതർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു ആക്ഷൻ ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ ഹോട്ടൽ പരിസരത്തും ഈ IHRD സ്കൂളിൻ്റെ ആ പരിസരത്തുമാണ് നായ്ക്കൾ അധികമായിട്ട് കൂട്ടം കൂടി നിന്നിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. ഞാനാണ് വെളുപ്പിന് എല്ലാ ദിവസവും ഒരു 5 മണിക്ക് നടക്കാൻ പോകുന്ന ആളായിരുന്നു. ഞാനിപ്പോൾ ഒരു വർഷമായിട്ട് പുറത്തേക്ക് ഇറങ്ങാറ് തന്നെയില്ല. കാരണം നായ്ക്കളുടെ ശല്യം പേടിച്ചിട്ട് തന്നെയാണ്. എല്ലാവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. കുട്ടികൾക്കൊന്നും ഒറ്റയ്ക്ക് ഇതിലേ നടക്കാൻ പറ്റില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ നടക്കുന്ന ആൾക്കാർ അതൊന്നും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് നായ്ക്കൾ. ഇവിടെ ഹോസ്റ്റൽ പരിസരത്ത് ഉണ്ടായതുകൊണ്ട് പല കുട്ടികളും പല സമയത്ത് ഓടി വരും. കാരണം അവർക്ക് വലിയ ബുദ്ധിമുട്ടാവുന്നുണ്ട്. ആ നായ്ക്കൾ ഒന്നിച്ച് നിൽക്കുകയാണ്. പലപ്പോഴും 5-6 നായ്ക്കൾ പല സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് കോളേജിൽ പോകാനും സ്കൂളിൽ പോകാനും എല്ലാം പേടിയാണ് ഇവിടെ. അതാണ് മെയിൻ പ്രശ്നം. അതിനൊരു പരിഹാരം കണ്ടേ തീരൂ. അങ്ങാടിപ്പുറം ഗാന്ധിനഗർ കോളനിയിൽ തെരുവ് നായ ശല്യം രൂക്ഷമല്ല, അതിരൂക്ഷമാണ്. വീട് കയറി വീട്ടുകാരെ ആക്രമിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന അക്രമകാരികളായ തെരുവ് നായകൾ ഒന്നല്ല, കൂട്ടമായാണ് എത്തുന്നത്. പുറത്തേക്കിറങ്ങുവാൻ പോയിട്ട് വീടിന്റെ വാതിൽ പോലും തുറക്കുവാനാവാത്ത അവസ്ഥയിലാണ് ഇവിടെയുള്ളവർ. അങ്ങാടിപ്പുറം ഗാന്ധിനഗർ കോളനിയിൽ 40ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. പോരാത്തതിന് സ്കൂളുകളും കോളേജും ഹോസ്റ്റലുമെല്ലാം ഇവിടെയുണ്ട്. നിരവധി വിദ്യാർത്ഥികളാണ് ഇതുവഴി കാൽനടയായും അല്ലാതെയും ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ നടക്കാനിറങ്ങുന്നവർ തെരുവുനായ ശല്യം കാരണം ദിനചര്യയിൽ തന്നെ മാറ്റം വരുത്തി. പലപ്പോഴും കൂട്ടമായും അല്ലാതെയും എത്തുന്ന തെരുവുനായ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് ഭാഗ്യം കൊണ്ടാണ്. ചെറിയ കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കും ഇത്തരം സാഹചര്യങ്ങൾ മുന്നിൽ കാണുമ്പോൾ രക്ഷ നേടാനായെന്ന് വരില്ല. തെരുവുനായകൾ ജീവന് ഭീഷണിയായി മാറുമ്പോൾ എത്രയും വേഗത്തിൽ ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. ഓർഡർ ചെയ്തോളൂ. ചപ്പാത്തി പറയട്ടെ? ചപ്പാത്തി പറയാം. ഓക്കേ. ചിക്കൻ പറഞ്ഞാലോ? അതെ, ഇവിടെ ചിക്കൻ പറഞ്ഞാലോ എന്ന്. ചിക്കൻ പറഞ്ഞു. ബട്ടർ ചിക്കൻ. ബട്ടർ ചിക്കൻ ആയാലോ? ബട്ടർ ചിക്കനോ? ബട്ടർ ചിക്കൻ പറഞ്ഞു. എന്താ ഒന്നുമില്ല. അല്ലെങ്കിൽ നീ ഇവിടെ വന്നിരുന്നു. ഇവിടെ ഇരിക്കേ. വീട്ടിലെ പെണ്ണുങ്ങൾ അറിയണ്ട, പെരിന്തൽമണ്ണയിൽ സഫ വരുന്നുണ്ട്. Safa Golden Diamonds, different by design.